യേശുരാജനിൻ വരവു സമീപമായി എന്ന് ഓർത്തിഹത്തിൽ പാർത്തിടുന്ന ശുദ്ധരേ, വേഗമുണർന്നു സ്വജീവിതം പരിപൂർണ വിശുദ്ധിയിൽ കാക്കുവിൻ. വേഗമുണർന്നു സ്വജീവിതം പരിപൂർണ വിശുദ്ധിയിൽ കാക്കുവിൻ. ക്രിസ്തുവിൻ നാളിൽ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തോരും ആയിരിപ്പാൻ, ക്രിസ്തുവിനാൽ നാം നീതിഫലത്താൽ നിറഞ്ഞവരായി തീർന്നിടണം. സ്നേഹം മേൽക്കുമേൽ കവിഞ്ഞു വിവേകവും പരിജ്ഞാനവും ലഭിച്ചു വളരുവാൻ, അതിമേന്മയേറുന്ന ജയജീവിതം മാത്രം ആമോദമായി തിരഞ്ഞിടുവിൻ. അതിമേന്മയേറുന്ന ജയജീവിതം മാത്രം ആമോദമായി തിരഞ്ഞിടുവിൻ. ക്രിസ്തുവിൻ നാളിൽ ഈമപ്പൊഴുതിൽ നാം മറുരൂപരായി തീർന്നിടുവാൻ, ക്രിസ്തുവിൽ തന്നെ ഏതു നേരത്തും ഇരിപ്പതിനായി പരിശ്രമിപ്പിൻ. ദൈവം ദാനമായി തന്നിടുന്ന നീതിയിൽ എല്ലാം ഛേദമെന്നും കുപ്പയെന്നും എണ്ണിയും, കർത്തൻ പാടുപെട്ടു മരിച്ചുയർത്ത പോലവേ സ്വന്ത ജീവിതത്തിൽ കണ്ടിടേണം പൂർണ്ണമായി. കർത്തൻ പാടുപെട്ടു മരിച്ചുയർത്ത പോലവേ സ്വന്ത ജീവിതത്തിൽ കണ്ടിടേണം പൂർണ്ണമായി. യേശുരാജനിൻ വരവു സമീപമായി എന്ന് ഓർത്തിഹത്തിൽ പാർത്തിടുന്ന ശുദ്ധരേ, വേഗമുണർന്നു സ്വജീവിതം പരിപൂർണ വിശുദ്ധിയിൽ കാക്കുവിൻ. വേഗമുണർന്നു സ്വജീവിതം പരിപൂർണ വിശുദ്ധിയിൽ കാക്കുവിൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പർവ്വതങ്ങളെക്കുറിച്ചും താഴ്വരകളെക്കുറിച്ചും നാം പഠിച്ചു വരികയായിരുന്നു, ചിന്തിച്ചു വരികയായിരുന്നു, ധ്യാനിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നാം താബോർ മലയെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. അതിനു മുൻപ് നാം ഒലിവ് മലയെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. അതിനു മുൻപ് നാം ഹെബ്രോനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. നാം മോറിയാമലയെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. വിവിധ മലകളെക്കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ ദൃഷ്ടി അതിന്മേലിരിക്കുന്നു. പർവ്വതങ്ങൾ കയറി പോകേണ്ടതുണ്ട്, താഴ്വരകൾ താണ്ടി കടക്കേണ്ടതുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും കുന്നു കയറേണ്ടതുണ്ട്, കഠിനമായ ക്ലേശങ്ങളുണ്ട്. താഴ്വരകൾ കടന്നു പോകേണ്ടതുണ്ട്, പല പല കുണ്ടുകളും കുഴികളും കടന്നു പോകേണ്ടതുണ്ട്. പ്രതിസന്ധികളുള്ളതാണ് ജീവിതം. എന്നാൽ യഹോവയുടെ ദൃഷ്ടി അതിന്മേലിരിക്കുന്നു. നാം പർവ്വതങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം താബോർ മലയെക്കുറിച്ച് ചിന്തിച്ചു. തേജസ്സിൻ്റെ പർവ്വതം, തേജസ് വെളിപ്പെട്ട പർവ്വതം. യേശുക്രിസ്തു തേജോമയമായി പ്രത്യക്ഷപ്പെടുകയും
യേശുക്രിസ്തുവിൻ്റെ അരികത്തേക്ക് മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുകയും ചെയ്തതിനെക്കുറിച്ച് നാം ധ്യാനിച്ചു. മാത്രമല്ല പത്രോസും യാക്കോബും യോഹന്നാനും ആ സ്വർഗീയ നിമിഷങ്ങൾ ആസ്വദിച്ചതും അനുഭവിച്ചതും പിൽക്കാലത്ത് ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളെന്ന് പത്രോസ് സാക്ഷ്യപ്പെടുത്താൻ തക്കവണ്ണം അനുഭവങ്ങൾ ആർജിച്ചതും എല്ലാം നാം ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് നെബോ പർവ്വതത്തെക്കുറിച്ച് ചിന്തിക്കാം. നെബോ പർവ്വതം, ആവർത്തന പുസ്തകം 32 48-49 വാക്യങ്ങൾ തുടർന്ന് നാം വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു. അന്ന് തന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ യെരീഹോവിനെതിരെ മോവാബ് ദേശത്തുള്ള ഈ അബാരീം പർവ്വതത്തിൽ നെബോ മലമുകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കി കാണുക. മോശയോട് ദൈവം പറയുകയാണ്, നീ നെബോ പർവ്വതത്തിൽ കയറുക. അങ്ങ് യോർദാൻ്റെ അപ്പുറം പാലും തേനും ഒഴുകുന്ന ഫലഭൂയിഷ്ടമായ കനാൻ ദേശം പരന്ന് കിടക്കുന്നു, വിസ്തൃതമായി കിടക്കുന്നു. നീ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി അപ്പുറമുള്ള കനാനെ നീ കാണുക. നീ അപ്പുറമുള്ള ആ സ്വർഗീയ കനാൻ്റെ ആസ്വാദ്യതയുള്ള മധുരിമയുള്ള ഭൂഭാഗങ്ങളെ നീ കാണുക. ദൈവത്തിൻ്റെ പ്രത്യേക നോട്ടവും സംരക്ഷണയുമുള്ള കനാനെ നീ കാണുക. ദൈവം പറയുകയാണ്, നീ യെരീഹോവിനെതിരെ മോവാബ് ദേശത്തുള്ള ഈ അബാരീം പർവ്വതത്തിൽ നെബോ മലമുകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കി കാണുക. നിൻ്റെ സഹോദരനായ അഹ്റോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ച് നിൻ്റെ ജനത്തോട് ചേരും. ഈ മലമുകളിലേക്ക് നീ കയറിപ്പോകും, പക്ഷേ നീ തിരികെ ഇറങ്ങി വരികയില്ല. ഈ മലമുകളിൽ വെച്ച് നീ മരിക്കും. മോനെ, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ മുൻകൂട്ടി പ്രസ്താവിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലയളവിലേക്ക് നീ വരികയാണ്. നീ മല കയറിപ്പോകും. അവിടെ നിന്നുകൊണ്ട് അപ്പുറത്തുള്ള കനാനെ നീ കാണും. അപ്പുറത്തുള്ള കനാനെ നീ നോക്കിക്കാണും. എന്നാൽ മോനെ, നീ തിരികെ ശരീരത്തിൽ ജീവനോടെ ഇറങ്ങി വരികയില്ല. നീ അവിടെ വെച്ച് മരിക്കും. നിൻ്റെ സഹോദരനായ അഹ്റോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ച് നിൻ്റെ ജനത്തോട് ചേരും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഐഹിക ജീവിതകാലം തീരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം മോശയ്ക്ക് എല്ലാം മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം വേദപുസ്തകം വായിക്കുമ്പോൾ നാം കാണും. ദൈവം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രവാചകനായിരുന്നു മോശയെന്ന് നാം കാണുന്നത് അങ്ങനെയാണ്. അവസാനത്തെ അധ്യായം, ആവർത്തന പുസ്തകം 34 അവസാനത്തെ 2 വാക്യങ്ങൾ ഇങ്ങനെയാണ് നാം കാണുന്നത്. എല്ലാ ഇസ്രായേലും കാണുകെ മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആവർത്തന പുസ്തകം അവസാനിക്കുന്നത് അങ്ങനെയാണ്. 10 വാക്യം, എന്നാൽ മിസ്രയീം ദേശത്ത് ഫറവോനോടും അവൻ്റെ സകല ഭൃത്യന്മാരോടും അവൻ്റെ സർവ്വദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയെ നിയോഗിച്ചയച്ച സകല അത്ഭുതങ്ങളും ഭുജവീര്യവും എല്ലാ ഇസ്രായേലും കാണുകെ മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം മോശയെക്കുറിച്ച് മോശയുടെ സഹോദരനായ അഹരോനോടും മോശയുടെ സഹോദരിയായ മിര്യാമിനോടും പറയുന്നതായി സംഖ്യാപുസ്തകം 12 അധ്യായത്തിൻ്റെ 8 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. മോശ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു, അവൻ വിശ്വസ്ത പുരുഷനാകുന്നു. മറ്റുള്ള പ്രവാചകന്മാർ അവർ മറവുകളായിട്ട് കാര്യങ്ങൾ കേൾക്കുന്നു. എന്നാൽ മോശയോട് ഞാൻ സംസാരിക്കുന്നത് മറവുകളായിട്ടല്ല, ദർശനമായിട്ടല്ല. ഞാൻ മോശയോട് നേരിട്ട് അഭിമുഖമായിട്ടത്രേ സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം.
ദൈവം മോശയെ ഉപയോഗിക്കുകയാണ്. ദൈവം മോശയെ ഈ കാലം അത്രയും ഉപയോഗിച്ചു. 120 വയസ്സ് അങ്ങ് തീരുകയാണ്. 120 വയസ്സ്. ആദ്യത്തെ 40 കൊല്ലം ഫറവോൻ്റെ കൊട്ടാരത്തിലായിരുന്നു മോശയുടെ ജീവിതത്തിൽ. ആദ്യത്തെ 40 കൊല്ലം ഫറവോ രാജാവിൻ്റെ കിരീടാവകാശിയായി, അനന്തരാവകാശിയായി, രാജകുമാരനായി, കൊട്ടാരത്തിൽ സപ്രപഞ്ചക്കട്ടിൽ കിടന്നുറങ്ങി, അന്തഃപുരത്തിൽ വരവനയിലും വിലസി, മിസ്രൈമ്യ ജ്ഞാനമൊക്കെയും അഭ്യസിച്ച് നല്ല ഓജസ്സുള്ള യുവാവായി പ്രശോഭിക്കുന്ന കാലമായിരുന്നു. ലോകത്തിൽ എല്ലാവരുടെയും ആദരപാത്രമായി, ഈജിപ്തിലെ പട്ടം കെട്ടാത്ത രാജാവായി, അടുത്ത പട്ടം കിട്ടുന്ന രാജാവായി അങ്ങനെ വാഴുകയായിരുന്നു. എന്നാൽ 40 വയസ്സ് കഴിഞ്ഞു ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടു. ആ കഥയെല്ലാം നാം ചിന്തിച്ചിട്ടുള്ളതാണ്. ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടു. അടുത്ത 40 കൊല്ലം ദൈവം മോശയെ കൊട്ടാരത്തിൽ നിന്ന് വിടിച്ചിറക്കി മോശയെ മരുഭൂമിയിൽ കൂടി നടത്തുകയാണ്. സീനായി മലയുടെ ചെരുവിൽ കൂടി നടത്തുകയാണ്. സീനായി മലയിലെ ആ ചെരുവിലുള്ള പുൽമേടുകളിൽ കൂടി ആടുകൾ നോക്കി നടക്കുന്ന ഒരു ആട്ടിടയെ പോലെ ഈ രാജകുമാരൻ നടക്കുകയാണ്. പണ്ട് 40 വയസ്സ് വരെ രാജകുമാരനായിരുന്നെങ്കിൽ ഇന്ന് അമ്മായപ്പൻ്റെ ആടുകൾ നോക്കുന്ന ഒരു വേലക്കാരനായി, ആ മിദ്യാനിലെ പുരോഹിതനായ ഇത്രോവിൻ്റെ ആടുകളെ നോക്കിക്കൊണ്ട് 40-ാമത്തെ വയസ്സ് മുതൽ 80-ാമത്തെ വയസ്സ് വരെ മോശ സീനായി മലഞ്ചെരുവിലൂടെ നടക്കുകയാണ്. നല്ല ദുരിതം പിടിച്ച കാലം, യാതനയേറിയ കാലം, കഷ്ടപ്പാടുള്ള കാലം, ജീവിതം വളരെ വിരസവും മടുപ്പുളവാക്കുന്നതുമായ കാലം. അത് കഴിഞ്ഞു. പിന്നുള്ള 40 കൊല്ലം, ഒടുവിലത്തെ 40 കൊല്ലം സമൃദ്ധിയുടെ കാലമാണ്. അത് അനുഗ്രഹത്തിൻ്റെ കാലമാണ്. അത് ആത്മാവിൻ്റെ അത്ഭുത കൃപയുടെ കാലമാണ്. പരിശുദ്ധാത്മാവ് ഈ പാവപ്പെട്ട ആട്ടിടയനിൽ ഇറങ്ങി നിന്നിട്ട് ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കാലമാണ്. അതിശയങ്ങൾ പ്രവർത്തിക്കുന്ന കാലമാണ്. ദൈവം 80-ാമത്തെ വയസ്സിൽ മോശയെ വീണ്ടും ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിന് നീട്ടിയ ഭുജത്താലും ബലമുള്ള വലം കൈയാലും ദൈവത്തിൻ്റെ ജനത്തെ വിടുവിച്ച് മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് മരുഭൂമിയിൽ കൂടി നടത്തുന്ന കാലം. 40 കൊല്ലം ആത്മീയമായി പറഞ്ഞാൽ ശോഭനമായ കാലം. 40 കൊല്ലം ഈ ലോകത്ത് ആത്മീയമായി നിറവിൻ്റെ കാലമാണെങ്കിലും എതിർപ്പുകളുണ്ട്. താൻ ആരെ വിടുവിച്ചുകൊണ്ട് വരുന്നുവോ ആ ജനത്തിൻ്റെ പരാതിയുണ്ട്, പരിഭവമുണ്ട്, മത്സരമുണ്ട്, ഈ എതിർപ്പുണ്ട്. മോശ അങ്ങ് ക്ഷീണിച്ചു പോകാവുന്നതെല്ലാം ഉണ്ട്. പക്ഷേ മോശ ക്ഷീണിക്കുന്നില്ല. കാരണം അഭിമുഖമായി ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാണ്. 40-ാമത്തെ വയസ്സിൽ മോശയ്ക്ക് മിസ്രയീം കൊട്ടാരത്തിൽ വെളിപ്പെട്ട ദൈവം പിന്നുള്ള കാലങ്ങളിലെല്ലാം മോശയുടെ കൂടെ സഞ്ചരിക്കുകയാണ്. മോശയ്ക്ക് ബലം പകരുകയാണ്. മോശയ്ക്ക് ആത്മീയ കൃപകളും നൽവരങ്ങളും നൽകുകയാണ്. മോശയെ ദൈവം തൻ്റെ കരങ്ങളിൽ എടുക്കുകയാണ്. ഇതാ വയസ്സ് 120 വേലയുടെ അവസാന കാലയളവിലേക്ക് വന്നു. ശുശ്രൂഷ തീരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മോശയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിരാശയൊന്നുമില്ല. മോശയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അല്പം പോലും ഭാരമില്ല. ദൈവത്തിൻ്റെ വചനം അതനുസരിക്കുന്നതിൽ പ്രമോദമായിരുന്നു. ദൈവത്തെ മോശയ്ക്ക് പ്രിയമായിരുന്നു. ദൈവത്തെ മോശയ്ക്ക് സ്നേഹമായിരുന്നു. മോശയ്ക്ക് ദൈവത്തോട് വലിയ അഗാധമായ കടപ്പാടായിരുന്നു. ഏതോ ഒരു വലിയ സ്നേഹം എന്നെ വിളിച്ചിരിക്കുന്നുള്ളതായ ബോധ്യം മോശയ്ക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ 3 മാസം പ്രായമുള്ളപ്പോൾ ഞാൻ നീലനദിയിൽ മുങ്ങിപ്പോകേണ്ടതല്ലായിരുന്നോ എന്ന് മോശ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നിന്ന് ചിന്തിക്കും. ഒന്ന് വിതുമ്പിക്കൊണ്ട് ഈ ഏങ്ങലടിച്ചുകൊണ്ട് കണ്ണുനീര് തൂത്തുകൊണ്ട് മോശ ഓർക്കും, എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ് നീ നീട്ടി തന്നല്ലോ. 3 മാസം പ്രായമുള്ള ആ പിഞ്ച് ശിശുവായിരുന്ന കുരുന്നായിരുന്ന കാലത്ത് തീർന്നു പോകേണ്ട ജീവിതം ഉടയവനെ നീ നീട്ടി നീട്ടി തന്നല്ലോ. ഈ കാലമത്രയും നീ എൻ്റെ കൂടെ നിന്നല്ലോ. എന്നെ നീ നിൻ്റെ കരങ്ങളിൽ എടുത്തല്ലോ. ഈ വിക്കനായി എന്നെ, ഒന്നിനും കൊള്ളാത്ത എന്നെ, നീ എന്നെ പലപ്പോഴും വിളിച്ചിട്ടും വിളി കേൾക്കാൻ കൂട്ടാക്കാതെ പുറകോട്ട് മാറി എന്നെ നീ പിന്നെയും പിന്നെയും വിളിച്ച് മുന്നിലേക്ക് നീക്കിക്കൊണ്ട് നിർത്തിയല്ലോ. ഉടയവനെ, നിന്നോട് എനിക്ക് കടപ്പാടുണ്ട്. മോശ വീണ്ടും വീണ്ടും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മോശ മരിക്കാറായ ആ കാലത്ത്, മരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായ ആ കാലത്ത്, ദൈവത്തിന് സ്തോത്രം, തൻ്റെ ശുശ്രൂഷ തീരാറായി എന്ന് മോശയ്ക്കും മനസ്സിലായി തുടങ്ങിയ കാലത്ത്
ദൈവം മോശയോട് അരുളി ചെയ്തു. ഇങ്ങനെയാണ് പറഞ്ഞത്. 31 അധ്യായം 14 വാക്യം. അനന്തരം യഹോവ മോശയോട്, നീ മരിപ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഞാൻ യോശുവയ്ക്ക് കൽപ്പന കൊടുക്കേണ്ടതിന് അവനെ വിളിച്ച് നിങ്ങൾ സമാഗമന കൂടാരത്തിൽ വന്ന് നിൽപ്പീനെന്ന് പറഞ്ഞു. അങ്ങനെ മോശയും യോശുവയും ചെന്ന് സമാഗമന കൂടാരത്തിൽ നിന്നു. അപ്പോൾ യഹോവ മേഘസ്തംഭത്തിൽ കൂടാരത്തിങ്കൽ പ്രത്യക്ഷനായി. മേഘസ്തംഭം കൂടാരവാതിലിന് മീതെ നിന്നു. യഹോവ മോശയോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം മോശയോട് പറയുകയാണ്, മോനെ, നീ നിൻ്റെ പൂർവികന്മാരെ പോലെ, നിൻ്റെ പിതാക്കന്മാരെ പോലെ നീ നിദ്ര പ്രാപിക്കും. എന്നാൽ ഈ ജനം പാർപ്പാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യദൈവങ്ങളെ പിൻചെന്ന് പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിച്ച് ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എൻ്റെ നിയമം ലംഘിക്കുകയും ചെയ്യും. മോനെ, നിനക്ക് 120 വയസ്സായി. പക്ഷേ ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരാം. നീ കൂട്ടിക്കൊണ്ടുവന്ന ജനമുണ്ടല്ലോ, അവർ ഇനിയും പാപത്തിലേക്ക് പോകും. ഇനിയും വിഗ്രഹാരാധികളായിത്തീരും. സത്യദൈവത്തെ നേരിട്ട് കണ്ടവരാണവർ. മന്ന ആകാശത്ത് പൊഴിയുന്നത് അറിഞ്ഞവരാണ്, ഭക്ഷിച്ചവരാണവർ. അവരാഗ്രഹിച്ചപ്പോൾ കാടപ്പക്ഷിയെ അവർക്ക് ഇഷ്ടം പോലെ കൂടാരത്തിൽ നിറച്ച് കൊടുത്തത് അവരറിഞ്ഞതാണ്, അനുഭവിച്ചതാണ്. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നത് അവരറിഞ്ഞതാണ്. 600,000 വെള്ളം കുടിക്കാൻ പാകത്തിന് ആ കനാൽ സിസ്റ്റം അവിടെ സിനായി മരുഭൂമിയിൽ തുറന്നവർ നേരിട്ട് കണ്ടതാണ്. മോനെ, അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവർ, പിതൃസർപ്പത്തെ നോക്കി രക്ഷപ്പെടുന്നത് അനുഭവിച്ച ആളുകളാണവർ. പക്ഷേ അവർ ഈ വിശ്വാസത്തിൽ, ഈ ഉറപ്പേറിയ വിശ്വാസത്തിൽ നിലനിൽക്കുമെന്ന് ഞാൻ കാണുന്നില്ല. അവർ സത്യദൈവത്തെ അവർ ധിക്കരിക്കുകയും അന്യ ദൈവങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് ഞാനിപ്പോൾ കാണുന്നത്. എന്നാൽ മോനെ, നീ അവർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം. നീ പോകുന്നതിന് മുമ്പ്, നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് നീ അവർക്ക് ഒരു പാട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. അവരെ നീ ഒരു പാട്ട് പഠിപ്പിക്കണം. ആ പാട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ ആ പാട്ട് അവരെ പഠിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. അവർ മത്സര സ്വഭാവവും ദുശാഠ്യമുള്ളവരാണ്. എനിക്കതറിയാം. 27 വാക്യം, 31-27. അവിടെ അത് നിൻ്റെ നേരെ സാക്ഷിയായിരിക്കും. നിൻ്റെ മത്സര സ്വഭാവവും ദുശാഠ്യവും എനിക്കറിയാം. ഇതാ, ഇന്ന് ഞാൻ നിങ്ങളോടുകൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ യഹോവയോട് മത്സരികളായിരിക്കുന്നുവല്ലോ. എൻ്റെ മരണശേഷം എത്രയധികം. മോനെ, നീ ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. മോശെ അവരെ വിളിച്ചു, ജനത്തെ വിളിച്ചു. ഇപ്പോൾ തന്നെ നിങ്ങൾ ദുശാഠ്യക്കാരാണ്, ഇപ്പോൾ തന്നെ നിങ്ങൾ മത്സരികളാണ്. ഇനി എൻ്റെ മരണശേഷം നിങ്ങൾ എത്രമാത്രം ദുശാഠ്യമുള്ളവരായിത്തീരും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മരണശേഷം എത്രയധികം. അതുകൊണ്ട് നിങ്ങളുടെ ഗോത്രങ്ങളുടെ എല്ലാ മൂപ്പന്മാരെയും പ്രമാണികളെയും എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുവീൻ. എന്നാൽ ഞാൻ ഈ വചനങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിച്ച് അവരുടെ നേരെ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മരണശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കുമെന്നും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള വഴിവിട്ട് മാറിക്കളയുമെന്നും എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായി എഴുതി ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ കോപിപ്പിക്കുന്നത് കൊണ്ട് ഭാവി കാലത്ത് നിങ്ങൾക്ക് അനർത്ഥം ഭവിക്കും. അങ്ങനെ മോശ ഇസ്രായേലിൻ്റെ സർവ്വസഭയെയും ഈ പാട്ടിൻ്റെ വചനങ്ങളൊക്കെയും ചൊല്ലിക്കേൾപ്പിച്ചു. മോശ അവർക്ക് ആ പാട്ട് പറഞ്ഞു കൊടുത്തു, അവരെ ചൊല്ലിക്കേൾപ്പിച്ചു. തുടങ്ങുന്നത് അങ്ങനെയാണ്. ആവർത്തന പുസ്തകം 32 അധ്യായം 1 വാക്യം. ആകാശമേ ചെവിതിരിക, ഞാൻ സംസാരിക്കും. ഭൂമി എൻ്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ. മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും. എൻ്റെ വചനം മഞ്ഞ് പോലെയും ഇളംപുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ഇരിക്കും. സ്തോത്രം. അയ്യോ, മോശയുടെ ആ പാട്ട് നിങ്ങൾ പിന്നെ വായിച്ച് നോക്കിയാൽ മതി. 32 അധ്യായം മുഴുവൻ. ആ 32 അധ്യായം അതിൻ്റെ 47 വാക്യം വരെയും വായിക്കുമ്പോൾ നാം കോരിത്തരിച്ചു പോകും. മോശയുടെ പാട്ട് അതിമനോഹരമായ ആ പാട്ടിൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാ കാലത്തും ഓർക്കാനുള്ള സതുപദേശങ്ങളെല്ലാം ഉണ്ട്, നല്ല പ്രബോധനങ്ങളെല്ലാം ഉണ്ട്, നല്ല ആത്മീയ പാഠങ്ങളെല്ലാം ഉണ്ട്, നല്ല ശാസനകളുണ്ട്, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്, ദൈവത്തിനുള്ള സ്തുതിഘോഷങ്ങൾ അർപ്പിക്കുന്നതായ കീർത്തനങ്ങളുണ്ട്, ദൈവത്തിനുള്ളതായ ആരാധനയുണ്ട്. എല്ലാം നിറഞ്ഞൊരു പാട്ട്. ദൈവത്തിന് സ്തോത്രം. പ്രബോധനവും പ്രവാചകവും എല്ലാം നിറഞ്ഞൊരു പാട്ട്. ഗീതവും കീർത്തനവുമായി തിങ്ങി നിൽക്കുന്ന ഒരു സംഗീതം. പ്രിയപ്പെട്ടവരെ, മോശ ആ പാട്ട് അവരെ പാടിക്കേൾപ്പിച്ചു. 44 വാക്യം, 32 അധ്യായം 44 വാക്യം. അനന്തരം മോശയും നൂൻ്റെ മകനായ യോശുവയും വന്ന് ഈ പാട്ടിൻ്റെ വചനങ്ങളൊക്കെയും ജനത്തെ ചൊല്ലിക്കേൾപ്പിച്ചു. മോശ ഈ സകല വചനങ്ങളും എല്ലാ ഇസ്രായേലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്,
ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുവീൻ. ഇത് നിങ്ങൾക്ക് വ്യർത്ഥ കാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്കിതിനാൽ ദീർഘായുസ്സുണ്ടാകും. എൻ്റെ ഈ പാട്ടിൻ വചനങ്ങൾ നിങ്ങൾ മനസ്സിൽ കുറിക്കൊള്ളുക, നിങ്ങളുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു കൊള്ളുക, അത് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രമാണമാക്കി വെച്ചുകൊള്ളുക. എന്നാൽ നിങ്ങൾ കടന്നു ചെല്ലുന്ന കനാൻ ദേശത്ത് നിങ്ങൾക്ക് സുസ്ഥിതിയുണ്ടാകും, അവിടെ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകും, അവിടെ നിങ്ങൾക്ക് ശാന്തിയുണ്ടാകും, അവിടെ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. ആ കനാൻ ദേശം അത് നിങ്ങളുടെ സ്വന്തമായി തീരും, നിങ്ങളത് അവകാശമാക്കും. ദൈവത്തിന് സ്തോത്രം. അന്ന് തന്നെ യഹോവ മോശയോട് അരുളിച്ചെയ്തത്, നീ എരീഹോവിനെതിരെ മോവാബ് ദേശത്തുള്ള ഈ അബാരീം പർവ്വതത്തിൽ നെബോ മലമുകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കി കാണുക. മോനെ മതി, നീ പറയേണ്ടത് പറഞ്ഞല്ലോ. മോനെ എനിക്ക് സംതൃപ്തിയായി, നീ ചെയ്യേണ്ടത് ചെയ്തല്ലോ, നിൻ്റെ ശുശ്രൂഷ നിർപടിയായി നിവർത്തിച്ചല്ലോ, നിനക്ക് ആയ കാലത്ത് ചെയ്യാവുന്ന വേല നീ ചെയ്തല്ലോ. മോനെ എനിക്ക് സന്തോഷമായി. ഇനി നീ കയറി വരിക, ഈ നെബോ മലമുകളിൽ കയറുക. നീ അവിടെ നിന്നുകൊണ്ട് അങ്ങ് അക്കരെ നീ ജനത്തെ കൂട്ടിക്കൊണ്ടിരുന്ന ദേശമില്ലേ കനാൻ ദേശം, യോർദാൻ്റെ അപ്പുറത്ത് നിനക്ക് കാണാം നെടുകേ ഒഴുകുന്ന യോർദാൻ ആറ്, വിശാലമായ യോർദാൻ ആറ് അങ്ങനെ നെടുകേ ഒഴുകുന്നത് നിനക്ക് കാണാം. അതിനപ്പുറത്ത് അതിമനോഹരമായ ഫലഭൂയിഷ്ടമായ കനാൻ ദേശം നിനക്ക് കാണാം. ആ ദേശത്തേക്കാണ് മോനെ നീ അങ്ങ് ഈജിപ്തിൽ നീ ജനത്തെ കൂട്ടിക്കൊണ്ട് വരുന്നത്. പക്ഷേ നീ അവിടെ പ്രവേശിക്കില്ല. അതിന് ചില കാരണങ്ങളുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നിൻ്റെ കാലവിടെ കുത്തുകയില്ല ഇപ്പോൾ. പക്ഷേ നീ ആ ദേശം ഒന്ന് നോക്കിക്കാണ്. ജനത്തെ കൂട്ടിക്കൊണ്ട് വന്നതല്ലേ, ത്യാഗമേറെ സഹിച്ചതല്ലേ, നീ അങ്ങ് എങ്ങ് നിന്ന് ആ ദേശമൊന്ന് കാണുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങി നിന്ന് ആ സ്വർഗീയ കനാനെന്ന് കാണണം. സ്തോത്രം. പളുങ്ക് നദീതീരത്ത് വിശുദ്ധന്മാരുടെ നിരയിലിരിക്കുന്ന നല്ല നാളുകൾ നിങ്ങളൊന്ന് ധ്യാനിക്കണം. പളുങ്കടൽപ്പുറത്ത് ഇരുന്ന് ഞാൻ എൻ്റെ കളങ്കമറ്റ യേശുവെ കാണുമെന്ന് ഭക്തൻ പണ്ട് പാടിയതുപോലെ പളുങ്കടൽ തീരത്തിരുന്ന് ഞാൻ എൻ്റെ കളങ്കമറ്റ യേശുവെ കാണും. നവ യെരൂശലേമിൻ്റെ അമ്മേ, നവ യെരൂശലേമിൻ്റെ അമ്മേ, ഭവനം എനിക്ക് നീ ചെമ്മേ. അമ്മേ, നീ എനിക്ക് ഭവനമാണ്, നീ എനിക്ക് അമ്മയാണ്. നവ യെരൂശലേം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഞാൻ കാണുന്നു. മുത്തുരത്നങ്ങളാൽ അലങ്കൃതമായ ഉത്തുംഗമാം ഭവനത്തിൽ എത്തും ഞാൻ ഈ യുഗാന്ത്യത്തിൽ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉത്തുംഗമായ ഭവനത്തിൽ, മുത്തുരത്നങ്ങളാൽ അലങ്കൃതമായ ഉത്തുംഗമായ ഭവനത്തിൽ, സ്വർഗീയ ഭവനത്തിൽ ഈ യുഗത്തിൻ്റെ അന്ത്യത്തിൽ ഞാൻ എത്തും. എന്നിട്ട് ഞാൻ സ്തുത്യവാദങ്ങൾ ഞാൻ മൊത്തും. ദൈവത്തിന് സ്തോത്രം. ഭക്തനായ മഹാകവി KV സൈമൺ പാടിയതാണ്. പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ആ പാട്ട് പാടി ആസ്വദിച്ചിട്ടുണ്ട്. എന്നെ വലമ്പൂർ പള്ളിയിൽ സൺഡേ സ്കൂൾ പഠിപ്പിച്ച സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ സ്കറിയ ചേട്ടൻ ആ പാട്ട് പാടിത്തരുമ്പോൾ ഞാൻ ആനന്ദത്തോടെ പാടിയിട്ടുണ്ട്, കൊച്ചുകുട്ടിയാണെന്ന്. പക്ഷേ എനിക്ക് അത് വലിയ പ്രമോദമായിരുന്നു. പളുങ്കുകടൽ തീരത്തിരുന്ന് ഞാൻ എൻ്റെ കളങ്കമറ്റ യേശുവെ കാണും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ പാട്ട്? പളുങ്കുകടൽ തീരത്തിരുന്നു ഞാൻ എൻ്റെ, പളുങ്കുകടൽ തീരത്തിരുന്നു ഞാൻ എൻ്റെ കളങ്കമറ്റ യേശുവെ കാണും. വിളങ്ങും വിശ്വാസത്താലോടും കളങ്കമറ്റ യേശുവെ കാണും. വിളങ്ങും വിശ്വാസത്താലോടും നവയെരൂശലേമെൻ്റെ അമ്മേ, ഭവനമെനിക്കു നീ ചെമ്മേ. അന്ന് ഞങ്ങളുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ പാടുമ്പോൾ എന്തൊരു ആനന്ദമായിരുന്നു, എന്തൊരു ഈണമായിരുന്നു, സംഗീത മാധുരിയോടെ. ഇന്ന് അദ്ദേഹം ഈ ഭൂമിയിലില്ല. സംഗീത മാധുരിയോടെ അദ്ദേഹം പാടുന്നത് കേട്ട് ഞാനങ്ങ് ആനന്ദിച്ചെന്ന് സന്തോഷത്തോടെ കേട്ടിരുന്ന് തരിച്ചു പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. മുത്തുരത്നങ്ങളാൽ അലങ്കൃതമായ, മുത്തുരത്നങ്ങളാൽ അലങ്കൃതമായ ഉത്തുംഗമാം ഭവനത്തിൽ
എത്തും ഞാനീ യുഗാന്ത്യത്തിൽ ഉത്തുംഗമാം ഭവനത്തിൽ. എത്തും ഞാനീ യുഗാന്ത്യത്തിൽ നവയെരൂശലേമെൻ്റെ അമ്മേ, ഭവനമെനിക്കു നീ ചെമ്മേ. എൻ്റെ സ്നേഹിതരെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മുത്തുരത്നങ്ങളാൽ അലങ്കൃതമായ ഉത്തുംഗമായ ഭവനത്തിൽ ചെല്ലാൻ നിങ്ങൾ ഒരുങ്ങിയോ? ഈ പളുങ്കുകടൽ തീരത്തിരുന്ന് കളങ്കമറ്റ യേശുവെ മുഖാമുഖം കാണാൻ നിങ്ങൾ ഒരുങ്ങിയോ? നിത്യ ശോഭന ഭൂവിലേക്ക് പോകാൻ, മരണമെന്ന ആ തിരശീലയ്ക്കപ്പുറത്തേക്ക് നീങ്ങാൻ ആത്മാവ് വീണ്ടും ജനത്തിന് അനുഭവം നിങ്ങൾ പ്രാപിച്ചുവോ? സ്വർഗരാജ്യത്തിൽ പ്രജയായി നിങ്ങൾ ജനിച്ചുവോ? ഞാൻ എളിമയോടെ ചോദിക്കട്ടെ, നിങ്ങളോട് സ്നേഹത്തോടെ ചോദിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനം ധാരാളം കേൾക്കുന്നു, ശരിയാണ്. ഒരുങ്ങിയോ? എത്തണ്ടേ അവിടെ? നാടില്ല നമുക്ക് ഈ ഉലകിൽ, വീടില്ല നമുക്ക് ഈ മരുവിൽ. സ്തോത്രം. വേറൊരു പാട്ടാണത്. നമുക്ക് ഈ നാട്ടിൽ വീടില്ല, നാടില്ല. സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ കാണും ഞാൻ ഒരു വീട് വിരവിൽ. സ്തോത്രം. സ്വർലോക തങ്കത്തെരുവിൽ വീട് കണ്ടെത്തിയോ? ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു പറഞ്ഞതാണ്. ദൈവജനമേ, നിങ്ങൾ ആ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയോ? അവൻ ഭവനം ഒരുക്കുകയാണ്. വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനത്തിൽ മകനെ നീ ചെല്ലണമെങ്കിൽ ഇന്ന് ശരീരത്തിരിക്കുമ്പോൾ നീ ഒരു വിശുദ്ധനായിക്കൊള്ളണം. വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനത്തിൽ മകളെ നീ എത്തണമെങ്കിൽ ഇന്ന് ഇവിടെ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, നിൻ്റെ ശരീരത്തിൽ ജീവൻ കുടികൊള്ളുമ്പോൾ നീ ഒരു ശുദ്ധിമതിയായി മാറണം. പാപക്കറകൾ തീരണം. പാപത്തോട് നീ യാത്ര പറയണം. അഴുക്ക് നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറണം. വിശുദ്ധിയുള്ള ഒരു ജീവിതം നീ തുടങ്ങണം. പഴയ മനുഷ്യൻ മരിക്കണം. പ്രിയപ്പെട്ടവരെ, കേട്ട് തഴമ്പിച്ചൊന്നും തോന്നരുത്. എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചുവോ? ഞാനൊരു പുതിയ സൃഷ്ടിയായോ? ഒരു പുതിയ ഹൃദയം എനിക്ക് ലഭിച്ചുവോ? ഒരു പുതിയ മനോഭാവം എനിക്ക് ലഭിച്ചുവോ? നിങ്ങൾ ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം. മോശയുടെ ഈ പാഠം, നെബോ പർവ്വതത്തിലേക്ക് ദൈവം വിളിച്ചതായി ഈ പാഠം ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശാന്തമായി ചിന്തിക്കാൻ പ്രേരകമായ വലിയൊരു പാഠമായി മാറട്ടെ. ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കാനുള്ള ആഹ്വാനമായി മാറട്ടെ. നിങ്ങൾ ഓരോരുത്തരും ഇന്ന് കർത്താവിനോട് വാക്ക് പറയട്ടെ. കർത്താവേ, ഇത്രയും കാലം വെറുമയിലും പാഴിലും ജീവിച്ചു, പാപത്തിൻ്റെ അടിമയായി ജീവിച്ചു, പൈശാചികൻ്റെ ബന്ധനത്തിൽപ്പെട്ട് ഉഴന്ന് ജീവിച്ചു, പാപം ചെയ്ത് തഴമ്പിച്ച് ജീവിച്ചു. ഉടയവനെ, ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ തിരുമുൻപാകെ പ്രതിജ്ഞ ചെയ്യുന്നു. നിന്റെ തിരുവിലാവു തുറന്നൊഴിയ ചോരയാലും നീരിനാലും എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. കഴിഞ്ഞകാല പാപക്കറകൾ മാറ്റണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ മേൽ നിന്റെ തിരുരക്തം തളിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് പകരണമേ. എന്നോട് നീ മനസ്സറിയണമേ. എന്നെ നിന്റെ മകനും അവകാശിയുമാക്കി തീർക്കണമേ. പ്രാർത്ഥിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, ഈ മധുര നിമിഷങ്ങൾക്കായി സ്തോത്രം. അനുഗ്രഹീത സന്ദർഭത്തിനായി സ്തോത്രം. നിന്റെ ജനത്തെ സന്ദർശിക്കുന്നതിനായി സ്തോത്രം. ജനഹൃദയങ്ങളിൽ അവിടുന്ന് വാദിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും ഉണർത്തണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദേശങ്ങളിൽ ഉണർവ് വ്യാപിക്കണമേ. സഭകൾ സഭാഭേദം കൂടാതെ ഉണരണമേ. സമുദായങ്ങൾ സമുദായ വ്യത്യാസം കൂടാതെ ഉണരണമേ. എല്ലാവരും ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ ഇടയാക്കണമേ. യേശുക്രിസ്തുവിന്റെ സുവിശേഷം എല്ലായിടത്തും പരക്കുമാറാകണമേ. മഹത്വത്തിലൂടെ ഇവൻ വെളിപ്പെടാറായല്ലോ, അതിനുവേണ്ടി ജനത്തെ ഒരുക്കണമേ. മഹത്വ രക്ഷകൻ മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.